ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലിടുന്ന 5ാമത്തെ സക്സസ് സ്റ്റോറിയാണ്. ഒപ്പം തന്നെ അവർക്ക് ആ സക്സസ് കിട്ടാനായിട്ട് അവർ ചെയ്ത എല്ലാ ടിപ്സും കൂടി ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പ്രഗ്നൻ്റ് ആകാൻ ട്രൈ ചെയ്യുന്നവരാണ്, അത് നോർമലി ആണെങ്കിലും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണ്, അത് IUI ആയാലും IVF ആയാലും മറ്റ് ട്രീറ്റ്മെൻറ്റ് എന്തേലും ആണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. കാരണം ഈ കപ്പിളിന് സക്സസ് നേടിക്കൊടുത്ത ടിപ്സ് നാളെ നിങ്ങൾക്കും സക്സസ് നേടിത്തരും. അപ്പോൾ നിങ്ങൾ ഒരു അമ്മയോ അച്ഛനോ ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ ഈ വീഡിയോ മുന്നോട്ട് കാണുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ട് വായോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വേഗം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സക്സസ് സ്റ്റോറിയിലെ കപ്പിൾസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഏപ്രിൽ 30 ആകുമ്പോൾ 9 വർഷമാകും. ആദ്യത്തെ ഒരു വർഷം നാച്ചുറലി ട്രൈ ചെയ്തു, പക്ഷെ ഒരു സക്സസും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ആദ്യം പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്. പിന്നെ മെഡിസിൻസ് ട്രൈ ചെയ്തു, സക്സസ് കിട്ടിയില്ല. അതിനുശേഷം 3 IUI ചെയ്തു, അവിടെയും സക്സസ് കിട്ടിയില്ല. ഇത്രയൊക്കെ ചെയ്ത് നെഗറ്റീവ് ആയപ്പോൾ തന്നെ മാനസികമായിട്ട് ആ കുട്ടി ആകെ തളർന്നു പോയിരുന്നു. പക്ഷെ അപ്പോഴും വിട്ടുകൊടുക്കാൻ, പരാജയപ്പെടാൻ ആ കുട്ടി തയ്യാറായിരുന്നില്ല. കാരണം എന്താണെന്ന് അറിയുമോ? അമ്മയെ എന്നൊരു വിളി കേൾക്കാനുള്ള ആ കുട്ടിയുടെ അതിയായ ആഗ്രഹം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആ ഒരു വിളി കേൾക്കണ്ടേ? തീർച്ചയായിട്ടും കേൾക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ മടുത്ത് പിന്മാറാതെ, തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യണം. അങ്ങനെ ആ കുട്ടിയുടെ IVFന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓവം പിക്കപ്പ് നടത്തി. 12 ഫോളിക്കിൾസ് കിട്ടി. അതിൽ ക്വാളിറ്റി എഗ്ഗ് 8 എണ്ണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ 8 എഗ്ഗ് സ്പേമുമായി കൂട്ടി യോജിപ്പിച്ചപ്പോൾ അതിൽ 4 എണ്ണമാണ് എംബ്രിയോ ആയത്. അങ്ങനെ ആദ്യത്തെ ട്രാൻസ്ഫർ നടത്താൻ പ്ലാൻ ചെയ്തു. 2 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്തു, 2 എണ്ണം ഫ്രീസ് ചെയ്തു. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞുള്ള ആദ്യത്തെ 3 ദിവസം ബെഡ് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ആ കുട്ടി ബെഡ് റെസ്റ്റ് തീരെ എടുത്തിട്ടില്ല. നിന്നുകൊണ്ടുള്ള എല്ലാ ജോലികളും ചെയ്തു, അടുക്കള പണിയൊക്കെ ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്ന എല്ലാ മെഡിസിൻസും കറക്റ്റായിട്ട് എടുത്തു. കറക്റ്റ് ടൈമിലും കറക്റ്റ് ഡോസിലും എടുക്കാൻ ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എംബ്രിയോയുടെ ഇംപ്ലാന്റേഷൻ നടത്താനുള്ള ഹോർമോൺസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീട്ടിലുണ്ടാക്കിയ എല്ലാ ഫുഡും ആ കുട്ടി ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. വെളിയിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല താനും. വെളിയിലത്തെ ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വെളിയിലത്തെ ഒരുപാട് ഓയിലി ആയ ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വയറിന് പ്രോബ്ലം ഉണ്ടാക്കും, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കും. അത് മാത്രമല്ല, വെളിയിലത്തെ ഫുഡിന്റെ ഹൈജീൻ നല്ലതല്ല എങ്കിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും കാരണമാകും. വെളിയിലത്തെ ഫുഡിൽ ഒരുപാട് ട്രാൻസ് ഫാറ്റ് കാണും. നമ്മൾ കഴിഞ്ഞ ഡേ ഷെയർ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ് ഫാറ്റ് ഉള്ള ഫുഡ് കഴിച്ചാൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാൻ കാരണമാകും എന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാൻ കാരണമാകുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് വീഡിയോ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഡെയിലി ആ കുട്ടി 150 ml പോമിഗ്രാനേറ്റ് ജ്യൂസ് ഷുഗർ ഇല്ലാതെ കുടിച്ചിരുന്നു. നിങ്ങൾക്ക് ഒന്നുകിൽ പോമിഗ്രാനേറ്റ് ജ്യൂസ് ഷുഗർ ഇല്ലാതെ കുടിക്കാം, അല്ലെങ്കിൽ പോമിഗ്രാനേറ്റ് കഴിച്ചാലും മതി. നെക്സ്റ്റ് ഈ ഒരു സമയത്ത് ഡയറ്റിൽ ബീട്രൂട്ടും ക്യാരറ്റും ഡെയിലി ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ ഡെയിലി ആ കുട്ടി സൺഫ്ലവർ സീഡ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് വരാം, ഈ സൺഫ്ലവർ സീഡ്സ് എത്രയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഈ സൺഫ്ലവർ സീഡ്സ് 30 ഗ്രാംസ് മാത്രമേ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താവൂ. അപ്പോൾ സൺഫ്ലവർ സീഡ്സ് നിങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും സാലഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ 30 ഗ്രാം സൺഫ്ലവർ സീഡ്സ് വെതറിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞ അളവിൽ ഒട്ടും തന്നെ കൂടുതൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല, അത് പ്രോബ്ലം ഉണ്ടാക്കും. മധുരക്കിഴങ്ങ് ഒരുപാട് കിട്ടിയിരുന്നു. അതുകൊണ്ട് ആ കുട്ടി ഡെയിലി ഡയറ്റിൽ മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്വീറ്റ് പൊട്ടാറ്റോ നിങ്ങളുടെ ഉള്ളിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവൽ നാച്ചുറലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും സ്വീറ്റ് പൊട്ടാറ്റോ കിട്ടുവാണെങ്കിൽ നിങ്ങളും അത് ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രമിക്കണം. അടുത്തതായിട്ട് ഡെയിലി വാൾനട്ട്സ് ഡയറ്റിൽ ആ കുട്ടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു.
നെക്സ്റ്റ് കറുവപ്പട്ട ഇട്ട വെള്ളം തിളപ്പിച്ച് ഒന്നട വിട്ട് ആ കുട്ടി കുടിക്കുമായിരുന്നു. അതും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ ഒരുപാട് നല്ലതാണ്. പിന്നെ മെഡിറ്റേഷൻ ഡെയിലി ആ കുട്ടി ഫോളോ ചെയ്യുമായിരുന്നു. മെഡിറ്റേഷൻ ഈ ഒരു ടൈമിൽ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. നിങ്ങൾക്ക് മെന്റൽ പീസ് കിട്ടാൻ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ആ കുട്ടി നന്നായിട്ട് വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നന്നായിട്ട് ഉറങ്ങാനും ശ്രദ്ധിച്ചിരുന്നു. ഡെയിലി 8 തൊട്ട് 10 മണിക്കൂർ ആ കുട്ടി രാത്രിയിൽ ഉറങ്ങുമായിരുന്നു. ഡെയിലി റോസ്റ്റഡ് ഫ്ലാക്സ് സീഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് കുടിച്ചിരുന്നു. അതും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയ ടിപ്പ് തന്നെയാണ്. ഇത്രയും കേട്ട നിങ്ങൾക്ക് ആ കുട്ടിയുടെ ബാക്കി സ്റ്റോറി കേൾക്കണ്ടേ? ആദ്യത്തെ IVF തന്നെ ആ കുട്ടിക്ക് പോസിറ്റീവായി. β-HCG വാല്യൂ ആദ്യം നോക്കിയപ്പോൾ 75 ആയിരുന്നു. ആകെ ടെൻഷനായ 2 ദിനങ്ങൾ. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ വാല്യൂ 75ൽ നിന്ന് ഇൻക്രീസ് ആയി 200 വരെ എത്തി. പിന്നെ ഒരു പ്രാവശ്യം കൂടി β-HCG ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ വാല്യൂ 200ൽ നിന്നും ഇൻക്രീസ് ആയി 600 എത്തിയിരുന്നു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് സ്കാനിങ് നടത്തി. അതിൽ എല്ലാം തന്നെ നോർമൽ ആയിരുന്നു. ഒരു എംബ്രിയോ ഇംപ്ലാന്റ് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് മാസങ്ങൾ കടന്നുപോയി. ഇത്രയും സ്റ്റോറി കേട്ട നിങ്ങൾക്ക് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ ആഗ്രഹം കാണില്ലേ? കേട്ടോളൂ. ഡെലിവറി കഴിഞ്ഞു. എല്ലാം തന്നെ സേഫ് ആണ്. അമ്മയും കുഞ്ഞും സേഫ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ 3 ആഴ്ച കംപ്ലീറ്റ് ആയി. ബേബി ബോയ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലായിടത്തും എല്ലാ സമയവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. God bless you dears.